ഹായ് നമസ്കാരം. അങ്കമല ഡയറിയിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൃശ്യത്തിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ്. ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞതിൻ്റെ പിന്നാലെ കുറേ ആളുകൾക്ക് വലിയ ചുരുക്കാണ് കേട്ടോ നമ്മുടെ സിനിമയോട്. പ്രത്യേകിച്ച് ദൃശ്യം എന്ന സിനിമയോടാണ് അവർക്ക് ചുരുക്ക്. അത് ഇവിടുത്തുകാരല്ല, മലയാളികളല്ല. മലയാളികൾ ആർക്കൊക്കെയാണ് ചുരുക്കെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഏതായാലും ഇവിടെ മലയാളികളല്ല ഞാൻ പറയുന്നത്. ബോളിവുഡിൽ ചില ദൃശ്യം ഫ്രാഞ്ചൈസി ആരാധകരുണ്ട്. അവർ പറയുന്നത് മലയാളത്തിലെ റിവ്യൂസൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിത്രം പോരാന്നുള്ള റിപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും നന്നായി മിസ്റ്റർ അജയ് ദേവ്ഗൺ ഈ കാര്യം വേണ്ടെന്ന് വെച്ചത്. ഒറിജിനൽ എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഒറിജിനൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും എന്താണ് ദൃശ്യം സീരീസിൻ്റെ വിലയെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ ബോളിവുഡിലുള്ള ചില പത്രമാധ്യമങ്ങൾ, ഓൺലൈൻ പത്രമാധ്യമങ്ങളിൽ വന്ന ചില വിവരങ്ങളും അതുമായിട്ട് ഏറ്റുപിടിച്ച ചില ചർച്ചകളുമൊക്കെ ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ. പ്രത്യേകിച്ച് ഇൻസ്റ്റയിലൊക്കെ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ പിന്നാലെ പോയി ഇപ്പോൾ അവിടെ കണ്ട കുറേ കമൻറ്റുകൾ എന്നെ വളരെയധികം രസിപ്പിച്ചു. കാരണം വളരെ മോശമായിട്ടാണ് മലയാള സിനിമകളെ അവർ കണക്കാക്കുന്നത്. സത്യത്തിൽ ഈ ദൃശ്യം എന്ന സിനിമ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് അജയ് ദേവ്ഗൺ എന്ന നടൻ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതുമാത്രമല്ല, വെങ്കടേഷിനെ പോലത്തെ ഒരു നടനും അതുപോലെ തന്നെ കമൽഹാസനൊക്കെ വലിയൊരു ഉണർവ് നൽകിയ ഒരു സിനിമയായിരുന്നു ദൃശ്യം സീരീസിലെ ആദ്യത്തെ ചിത്രം. അതിലൂടെയാണ് അവർക്ക് വീണ്ടും ഒന്ന് തിരിച്ചു വന്നത്. നമുക്കറിയാം. അപ്പോൾ അജിത് ജോസഫിൻ്റെ ഈ ദൃശ്യം എന്ന സിനിമ ഇപ്പോൾ വലിയ റെക്കോർഡൊക്കെ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ 55 കോടിക്കടുത്തുള്ള ഒരു വലിയ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചു. കേരളത്തിന് മാത്രം ഏകദേശം 45 കോടിക്കടുത്തുള്ള കളക്ഷൻ ചിത്രം നേടിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഏതായാലും ഇന്നേ ദിവസം പിന്നിടുമ്പോഴത്തേനും അതൊരു 60-65 കോടിക്കടുത്തുള്ള ഒരു വലിയ തുക സിനിമ നേടിക്കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നും അതേ രീതിയിൽ ഇന്നലെ തന്നെ രീതിയിൽ പോവുകയാണെങ്കിൽ അത് 70 കടന്നേക്കാം. എന്തായാലും എക്സ്ട്രാ ഷോസ് ഇന്നും ഇടയപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ്, എന്നിട്ട് കൂടി 10 കോടിക്കടുത്തുള്ളൊരു തുക ഇതേവരെ ബുക്കിംഗ് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാം സിനിമയുടെ റേഞ്ച് എന്താണെന്ന്. ഏകദേശം 65 കോടി ഇപ്പോൾ തന്നെ പോക്കറ്റിലായി കഴിഞ്ഞു. 2 ദിനങ്ങൾ കൊണ്ടാണെന്ന് ഓർക്കണം കേട്ടോ. ഏതായാലും സിനിമയെ സംബന്ധിച്ച് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിനെ അഭിനയം പഠിപ്പിക്കുകയാണ് ബോളിവുഡുകാർ. ബോളിവുഡിലത്തെ ഈ പറഞ്ഞ നടൻ അജയ് ദേവ്ഗൺ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വല്ല പാൻ മസാലയുടെയും പരസ്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യങ്ങൾ അഭിനയിച്ച് തൻ്റെ ശിഷ്ടകാലം തീർക്കേണ്ടിയിരുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് മോഹൻലാൽ എന്ന ആ ഒരു നടനിലൂടെ വന്ന ദൃശ്യം എന്ന ചിത്രം. ഇപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ബോളിവുഡിലെ ചില ഫൈറ്റിന് വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുന്ന ചില ബോളിവുഡ് സിനിമാ പ്രേമികൾ. അവർക്ക് മനസ്സിലാവുന്നില്ല അവരുടെ സിനിമാ മേഖല എത്രത്തോളം പുറകിലാണ് ഇപ്പോൾ. ഒരു കാലത്ത് നമ്പർ 1 ആയി നിന്നിരുന്ന ഈ ഒരു സിനിമാ ഇൻഡസ്ട്രി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതൊക്കെ നന്നായിട്ട് ചോദ്യം ചെയ്യുകയാണ് മലയാളികളടക്കമുള്ള ഒരുപാട് സൗത്ത് ഇന്ത്യൻ സിനിമാ സ്നേഹികൾ. അപ്പോൾ അവരുടെ ചുരുക്കമൊക്കെ നിങ്ങൾക്കറിയാം. അതിനുള്ള മറുപടി നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.